ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിലെ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാർ അറസ്റ്റിലായ സംഭവം കേരളത്തിലെ ഭരണകക്ഷിയായ CPM-നെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ചർച്ചകൾക്ക്, ചോദ്യങ്ങൾക്കും വഴിവെച്ചിരിക്കുന്നു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം മാത്രമേ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുകയുള്ളൂവെന്ന MV ഗോവിന്ദന്റെ വിശദീകരണം CPM മുന്നിലുള്ള പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. പത്മകുമാറിനെതിരെയുള്ള നടപടി വൈകുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. MV ഗോവിന്ദൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയതും തുടർന്ന് യോഗത്തിൽ സ്വീകരിച്ച നിലപാടും ഈ ആശങ്കകൾക്ക് അടിവരയിടുന്നുണ്ട്. നടപടി സ്വീകരിച്ചാൽ പത്മകുമാറിന്റെ പ്രതികരണം എങ്ങനെ ഉണ്ടാകുമെന്ന് പാർട്ടി നേതൃത്വത്തിന് പ്രവചിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന് അറിയാവുന്ന അതീവ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന ഭയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടെന്നാണ് സൂചന. ഈ തുറന്നുപറച്ചിൽ സംസ്ഥാന സർക്കാരിനെയും CPM-നെയും കൂടുതൽ പ്രതിരോധത്തിലാക്കാനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ പോലും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ സംഭവം പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചിരിക്കുന്നത്. ഈ നിർണായക ഘട്ടത്തിൽ പാർട്ടി നടപടിയെടുത്താൽ അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായേക്കുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. സ്വർണ്ണക്കൊള്ള കേസ് പാർട്ടിയുടെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചതായി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ചില പ്രതിനിധികൾ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വീടുകൾ തോറുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്നും അവർ അറിയിച്ചു. ഇത്തരം ചോദ്യങ്ങളെ അവഗണിക്കുക മാത്രമേ വഴിയുള്ളൂവെന്ന സന്ദേശമാണ് സംസ്ഥാന നേതൃത്വം നൽകിയത്. പത്മകുമാർ കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ പുറത്തുവന്ന റിപ്പോർട്ടുകളും രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളും ദൈവതുല്യനായ ആളിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിട്ടു. SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ സമയം കൂടുതൽ ചോദിച്ച പത്മകുമാർ നിയമജ്ഞരെ കാണുന്നതിന് മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ടിരുന്നു. പാർട്ടിക്ക് കേസിൽ ഇടപെടാനാവില്ലെന്നും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് കേസ് നടത്തണമെന്നും ഗോവിന്ദൻ നിർദ്ദേശിച്ചതായാണ് വിവരം. ഈ സാഹചര്യത്തിൽ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനാണ് ദൈവതുല്യനായ ആളിനെ കുറിച്ച് പത്മകുമാർ പ്രസ്താവനയിൽ പരാമർശിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പാർട്ടി നടപടി സ്വീകരിച്ചാൽ പത്മകുമാർ ഈ ദൈവതുല്യന്റെ പേര് വെളിപ്പെടുത്തുമെന്നും ഇത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ വെട്ടിലാക്കിയേക്കുമെന്നുമുള്ള ആശങ്കയും നേതൃത്വത്തിനുണ്ട്. പ്രതിപക്ഷ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷയം രാഷ്ട്രീയമായി കത്തിപ്പടരാൻ കാരണമായി. എല്ലാ ഏരിയ സെക്രട്ടറിമാരെയും പങ്കെടുപ്പിച്ച് നിർണായകമായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MV ഗോവിന്ദൻ സ്വീകരിച്ച നിലപാടുകൾ പാർട്ടി നേരിടുന്ന പ്രതിസന്ധിക്ക് അടിവരയിടുന്നതായിരുന്നു. യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ പാർട്ടി നിലപാട് ഗോവിന്ദൻ അറിയിച്ചു. നിലവിൽ പത്മകുമാറിനെ കൈവിടാൻ കഴിയുന്ന സാഹചര്യം ഇല്ലെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. പാർട്ടി വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ നീതി പുലർത്തിയില്ല. ഇപ്പോൾ അവരെ തള്ളിയാൽ പ്രതിസന്ധി കൂട്ടാൻ അവർക്ക് കഴിയുമെന്ന ഗോവിന്ദന്റെ വാക്കുകൾ പത്മകുമാറിനെതിരായ നടപടി വൈകുന്നതിനുള്ള പരോക്ഷ ന്യായീകരണമായി വിലയിരുത്തപ്പെട്ടു. സ്വർണ്ണക്കൊള്ളയിൽ CPM-ൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകുമെന്നും എന്നാൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിനേക്കാൾ പത്മകുമാർ പാർട്ടി ചുമതല നൽകിയ ആളായിരുന്നു എന്നും ഗോവിന്ദൻ സൂചിപ്പിച്ചു. ശബരിമല വിഷയത്തിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വികസന പദ്ധതികൾ മുൻനിർത്തി പ്രചാരണം നടത്താനും അദ്ദേഹം ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പടിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ A. പത്മകുമാറിനെയും N. വാസുവിനെയും SIT അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഇരുവരും റിമാൻഡിലാണ്. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവരാണ് കേസിൽ അറസ്റ്റിലായ മറ്റുദ്യോഗസ്ഥരും പ്രതികളും. സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമേ അന്വേഷണ പൂർത്തീകരണം പോലും കഴിയൂ. അതുവരെ പത്മകുമാർ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ A. പത്മകുമാറിനെതിരെ ഉടൻ നടപടി സ്വീകരിക്കാത്ത CPM നേതൃത്വം സ്വീകരിച്ച കാത്തിരിപ്പ് നയം പാർട്ടിക്ക് മുന്നിലുള്ള തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഭീഷണികളുടെ പ്രതിഫലനമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ വിഷയത്തിൽ ഒരു ചർച്ചയും വേണ്ടെന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധി CPM-ന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുമെന്നും കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം പത്മകുമാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും കേരള രാഷ്ട്രീയ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.